ഹിബ S5 BCom അമൽ കോളേജ് ഇൻകം ടാക്സ് സബ്ജക്റ്റിലെ വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. Accommodation provided in hotel. Where the accommodation is provided by the employer to the employee in a hotel, its value shall be as under. Where the accommodation is provided on his transfer from one place to another and the period in aggregate does not exceed 15 days, the value shall be taken as nil. ഇവിടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ രണ്ട് സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ പ്രിക്വസിസ്റ്റ് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഫസ്റ്റ് വരുന്നത് ട്രാൻസ്ഫർ. എംപ്ലോയിന്റെ ട്രാൻസ്ഫർ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ആ എംപ്ലോയിന്റെ ട്രാൻസ്ഫർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആണെങ്കിലും, അതുപോലെ അക്കോമഡേഷൻ പീരീഡ് 50 ഡേയ്സിനേക്കാൾ കുറവാണെങ്കിൽ, അതായത് 50 ഡേയ്സിനേക്കാൾ കുറവാണ് ഹോട്ടലിൽ സ്റ്റേ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിലും അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടലിന്റെ കേസിൽ അത് ടാക്സബിൾ ആവില്ല, ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. In any other case, the value shall be taken 24% of salary paid or payable for the previous year or the actual charges paid or payable to such hotel, whichever is less. അക്കോമഡേഷൻ പീരീഡ് 50 ഡേയ്സിനേക്കാൾ എക്സസ് ആണെങ്കിൽ, അതായത് കൂടുതലാണെങ്കിൽ, ആദ്യം നോക്കേണ്ടത് 24% ഓഫ് സാലറി ഫോർ ദി പീരീഡ് ഓഫ് സച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ്, അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിന് ആക്ച്വലി പേ ചെയ്യുന്ന റെന്റൽ ചാർജ്, ഈ രണ്ട് എമൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏതാണോ ലെസ്സർ എമൗണ്ട് അതാണ് എടുക്കുക. വിച്ച് എവർ ഈസ് ലെസ് വാല്യൂ ഓഫ് അക്കോമഡേഷൻ, അതായത് 15 ദിവസത്തിനേക്കാൾ കുറവാണെങ്കിൽ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. 15 ദിവസത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ടാക്സ് പേ ചെയ്യണം.